നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയെ വിട്ട് അർജൻറ്റീന വളരുകയാണോ? മെസ്സി ഇല്ലെങ്കിലും അർജൻറ്റീനയ്ക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരുപോലെ കളിക്കാൻ പറ്റുമെന്ന് ലയണൽ സ്കലോനി കൊളംബിയക്കെതിരെ ഉള്ള കളിക്ക് മുമ്പ് പറഞ്ഞതൊരു സൂചനയാണോ? ചോദ്യങ്ങളിപ്പോൾ വരികയാണ്. ആ ചോദ്യങ്ങൾ ഉയർത്തുന്നത് നമ്മുടെ ഇവിടെയുള്ള സോക്കോൾഡ് ഫുട്ബോൾ പണ്ഡിറ്റുകളൊന്നുമല്ല, അർജൻറ്റീനക്കാർ തന്നെയാണ്. അർജൻറ്റീനയിലെ ഫുട്ബോൾ നിരീക്ഷകർ. യെസ്, TYC സ്പോർട്സിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ വരുന്നു. ലയണൽ മെസ്സിയെ ഇനി അർജൻറ്റീന ദേശീയ ടീമിൽ പ്രധാന കളികളിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യിച്ചാൽ മതി, അല്ലാത്ത കളികളിലൊക്കെ അദ്ദേഹം അവസാനത്തെ 30 മിനിറ്റ് കളിക്കട്ടെ. അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ അർജൻറ്റീനക്കാർ നടത്തുന്നു. അല്ല, ഇവിടെയുള്ള അർജൻറ്റീന ആരാധകരൊക്കെയാണ് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ അർജൻറ്റീനക്കാർക്കാണല്ലോ അർജൻറ്റീന ടീമിനെ കുറിച്ച് കുറച്ചുകൂടി നല്ല രൂപത്തിൽ പറയാൻ പറ്റുക. അവർക്കുള്ളിടത്തോളം ഈ ടീമിനോട് ഒരാവേശം അല്ലെങ്കിൽ ആ ഒരു സ്നേഹമൊക്കെ പുറത്തുള്ളവർക്ക് ഉണ്ടാകുമെന്നൊരു ചോദ്യമാണ്. പിന്നെ പലപ്പോഴും രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഉള്ള ആളുകളെയും നമ്മൾ കാണാറുണ്ട്. എന്തായാലും നമ്മൾ അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സിൻ്റെ വിശകലനങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് കൊളംബിയക്കെതിരെയുള്ള മത്സരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അർജൻറ്റീന ഒരു ഗോളിന് പുറകിൽ 78ാമത്തെ മിനിറ്റിൽ ലയണൽ മെസ്സിയെ പിൻവലിക്കുന്നു കോച്ച്. 81ാമത്തെ മിനിറ്റിൽ തിയാഗോ അൽമൈഡയിലൂടെ അർജൻറ്റീന ഒപ്പം പിടിക്കുന്നു. അത് സംഭവിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെസ്സിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അർജൻറ്റീന പുറകിൽ നിൽക്കുമ്പോൾ, ഒരു കളിയിൽ അർജൻറ്റീന പുറകിൽ നിൽക്കുമ്പോൾ ലയണൽ മെസ്സിയെ പിൻവലിക്കുന്നത് ചരിത്രത്തിലാദ്യമാണ്. മെസ്സി കളി തുടങ്ങിയിട്ട് ചരിത്രത്തിലാദ്യമാണ്. പക്ഷേ ഇത് സ്കലോനിയുടെ തീരുമാനമായിരുന്നില്ല എന്നാണ് സ്കലോനി പിന്നെ വിശദീകരിച്ചത്. കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ലിയോയെ പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹം തന്നെയാണ് ആവശ്യപ്പെട്ടത് എന്നെ പിൻവലിക്കണമെന്ന്, അങ്ങനെ പിൻവലിച്ചതാണ് എന്ന് സ്കലോനി വിശദീകരിക്കുന്നുണ്ട്. എന്നാലും നോക്കുക നിങ്ങൾ, മെസ്സി ഇല്ലാത്ത ഘട്ടത്തിലാണ് അവർ ഗോളടിക്കുന്നത്. അപ്പോൾ സ്കലോനി നേരത്തെ പറഞ്ഞ വാക്കുകളോട് നമ്മളത് കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ്. മെസ്സി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ കളിക്കാൻ അർജൻറ്റീനയ്ക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്, അങ്ങനെ ഒരു പോയിന്റിലേക്ക് ടീം എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം അർജൻറ്റീന ടീം വളരുന്നു. മെസ്സി ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്ന രൂപത്തിലേക്ക്, അതായത് ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തു പോകുന്ന ടീമല്ല അർജൻറ്റീന എന്ന രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതിന് അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും അർജൻറ്റീൻ ഫുട്ബോളിനോട് സ്നേഹമുള്ളവർ എടുക്കുക. അതല്ല എൻ്റെ സൂപ്പർ താരത്തിൻ്റെ പ്രാധാന്യം ഇടിച്ചു കുറച്ച് കാണിക്കുന്ന, ഇടിച്ചു താഴ്ത്തുന്ന പ്രസ്താവനയാണിത്, നിരീക്ഷണമാണിത്, അങ്ങനെയൊക്കെ ആരെയും ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലെന്നേ. ഇത് ആ രാജ്യത്തിൻ്റെ ടീമിന് ഗുണകരമാവുന്നതാണ് എന്ന് അർജൻറ്റീൻ മാധ്യമപ്രവർത്തകർ തന്നെ, അല്ലെങ്കിൽ അർജൻറ്റീൻ ഫുട്ബോൾ നിരീക്ഷകർ തന്നെ പറയുന്നു. നമ്മൾ TYCയുടെ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ദിസ് വാസ് ദി ഫസ്റ്റ് ടൈം ലിയോ ഹാസ് ബീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ആൻ അഡ്വേഴ്സ് റിസൾട്ട് ഇൻ ആൻ ഒഫീഷ്യൽ മാച്ച്. ഒരു ഒഫീഷ്യൽ മത്സരത്തിൽ അർജൻറ്റീന പുറകിൽ നിൽക്കുമ്പോൾ ലിയോ മെസ്സിയെ പിൻവലിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇനീഷ്യലി സബ്സ്റ്റിറ്റ്യൂഷൻ മെസ്സിയെ പിൻവലിക്കാനായിരുന്നില്ല. പക്ഷേ ഇൻ്റർ മയാമി താരം, അതായത് അൽമൈഡയെ പിൻവലിക്കാനായിരുന്നു കോച്ച് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇൻ്റർ മയാമി താരം അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു, മെസ്സി അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന് പിൻവാങ്ങണമെന്നത്. പക്ഷേ പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹവർ, ഇനി അവർ വിശദീകരിക്കുകയാണ്, റീസെൻറ്റ് ടൈംസിൽ ലിയോ മെസ്സി ആൽബി സെലസ്റ്റെ ജേഴ്സി അണിയുന്നത് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. വെറുതെ പറയുന്നല്ല, കണക്ക് വെച്ച് പറയുകയാണ്. മാർച്ച് 2024 മുതൽ ജൂൺ 2025 വരെയുള്ള കണക്കെടുത്താൽ മെസ്സി 20 പോസിബിൾ മാച്ചസ് കളിക്കേണ്ടിടത്ത് മെസ്സി 7 മത്സരങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. 13 മത്സരങ്ങളിലേ മെസ്സി കളിച്ചിട്ടുള്ളൂ അർജൻറ്റീന. സാധാരണ അങ്ങനെയല്ല, മെസ്സി മിക്ക കളികളും അർജൻറ്റീന കളിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ 7 കളികൾ മിസ് ചെയ്തെന്ന് പറയുമ്പോഴും 6 കളികൾ ഡ്യൂ ടു ഇഞ്ചുറിയാണ് അദ്ദേഹം മിസ് ചെയ്തത്. ഒന്ന്, അദ്ദേഹം ബെഞ്ചിലിരുന്നു, കളിച്ചില്ല, പുറത്തിരുന്നു. ഇപ്പം 1-0 വിക്ടറി പെറുവിനെതിരെ കോപ്പ അമേരിക്കയിലെ 3rd മത്സരം, ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലെ 3rd മത്സരം, അന്ന് അദ്ദേഹം പുറത്തിരുന്നു. അതോടൊപ്പം തന്നെ നോട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം, ഡബിൾ ഡേറ്റ് അഗെയിൻസ്റ്റ് ഉറുഗ്വേ ആൻഡ് ബ്രസീൽ അദ്ദേഹത്തെ കോൾ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സ്ക്വാഡിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യവും ശ്രദ്ധിക്കണം. ഇതൊക്കെ TYC സ്പോർട്സ് അനലൈസ് ചെയ്ത് പറയുകയാണ്. അപ്പം സമീപകാലത്ത് ലിയോ മെസ്സി കളിക്കാത്ത കൂടുതൽ മത്സരങ്ങൾ അർജൻറ്റീനയ്ക്ക് വരുന്നു. അതോടൊപ്പം തന്നെ അർജൻറ്റീന അതിൽ മോശമല്ലാത്ത റിസൾട്ടുകളും ഉണ്ടാക്കുന്നു.
അതിനോടാണ് സ്കലോനിയുടെ ഈ വാക്കുകൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. ദി ടീം ഈസ് അറ്റ് എ പോയിന്റ് വെർ ഇറ്റ് ക്യാൻ പ്ലേ ദി സെയിം വേ വെദർ ലിയോ ഈസ് ദെയർ ഓർ നോട്ട്. ലിയോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ കളിക്കാൻ പറ്റുന്ന ഒരു പോയിന്റിലേക്ക്, ഒരു രൂപത്തിലേക്ക് ഇപ്പോൾ അർജൻറ്റീന ടീം മാറിയിട്ടുണ്ട്. മുമ്പ് ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമായിരുന്നു, മെസ്സി ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല, ടീം മെസ്സി ഇല്ലെങ്കിലും സെയിം രൂപത്തിൽ തന്നെ ഫങ്ഷൻ ചെയ്യും എന്ന് കോച്ച് പറഞ്ഞത് ഇവിടെയാണ് പ്രസക്തമാവുന്നത്. ഇനി നോക്കുക, അർജൻറ്റീനയിലെ ഫുട്ബോൾ എക്സ്പേർട്ട് റൊഡോൾഫോ സെൻഗൊലാനി, അദ്ദേഹം TYC സ്പോർട്സിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിലേക്കാണ് നമ്മൾ വരുന്നത്, ഒരു നിരീക്ഷണം. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവസാനത്തെ 30 മിനിറ്റ് മെസ്സിയെ ബെഞ്ചിലിരുത്തി കളിപ്പിക്കുക, എന്നിട്ട് അവസാനത്തെ 30 മിനിറ്റ് മെസ്സിയെ ഉപയോഗപ്പെടുത്തുക. ആ രൂപത്തിൽ അർജൻറ്റീന ടീം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓഫ് കോഴ്സ് ഇപ്പോൾ വമ്പൻ മത്സരങ്ങൾ ഫൈനലൊക്കെ വരുമ്പോൾ മെസ്സി തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ മെസ്സിയുടെ വയസ്സ് 37 ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി എതിരാളികൾ ടയേർഡാവുന്ന ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടി അവസാനം 30 മിനിറ്റൊക്കെ മെസ്സിയെ കളിപ്പിച്ചാൽ മതി എന്നാണ് അദ്ദേഹം നിരീക്ഷിച്ചു വെക്കുന്നത്. എന്തായാലും നമ്മൾ റൊഡോൾഫോയുടെ ആ ഒരു വിശകലനത്തേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ റീസെൻറ്റ് മാച്ചസൊക്കെ അർജൻറ്റീനയുടെ സമീപകാലത്തെ മത്സരങ്ങളൊക്കെ കണ്ടപ്പോൾ, അർജൻറ്റീനയുടെ സമീപകാലത്തെ മത്സരങ്ങളുടെ സ്കോഡൊക്കെ കണ്ടപ്പോൾ അത് വളരെ ക്ലിയറാണ്. അർജൻറ്റീനയുടെ മിഡ്ഫീൽഡ് സെറ്റാണ്. പരേഡസ് നമ്പർ 5 ആയിട്ട് കളിക്കട്ടെ, ഡീപോളും മെക്കലിസ്റ്ററും എൻസോയും അദ്ദേഹത്തിന് മുമ്പിൽ ഫർദർ അപ്പായിട്ട് കളിക്കട്ടെ, ഫോർവേഡുമാരായിട്ട് തിയാഗോ അൽമേഡയും ഹുലിൻ ആൽവേരസും കളിക്കട്ടെ, അതാണ് വേണ്ടത്. അപ്പോൾ മെസ്സിയുണ്ട്, പക്ഷേ മെസ്സിയെ അവസാനത്തെ 30 മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കണം. ഓപ്പണൻസ് ടയേർഡ് ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ടുള്ള ഡിഫറൻസ് ഒരു മത്സരത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അതേസമയം ചില ഫൈനൽ മത്സരങ്ങളൊക്കെ വരുമ്പോൾ സംശയിക്കേണ്ട, മെസ്സിയെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യിക്കണം, വിത്തൗട്ട് എ ഡൗട്ട് അദ്ദേഹത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പക്ഷേ വേൾഡ് കപ്പ് പോലുള്ളൊരു ടൂർണമെൻറ്റ്, വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ട ഒരു ടൂർണമെൻറ്റാണ്. അവിടെ നമ്മൾ മെസ്സിയുടെ സമയത്തെ കൂടുതൽ നല്ല രൂപത്തിൽ റെഗുലേറ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്യേണ്ടതില്ലേ. ഡി മരിയ നമുക്കറിയാം, ദേശീയ ടീമിൻ്റെ കിരീട നേട്ടങ്ങളിൽ വളരെ ഇൻസ്ട്രുമെൻ്റലായിട്ടുള്ളൊരു പ്ലെയറായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ ചില മത്സരങ്ങളിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിച്ചിട്ടില്ലേ. ഡിസിസീവ്ലി സെക്കൻഡ് ഹാഫിൽ ഉപയോഗപ്പെടുത്താൻ അതുപോലെ തന്നെ ലിയോ മെസ്സിയെയും കഴിയും. സോ നമ്മൾ ക്ലോസ്ലി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മെസ്സിയുടെ ബെസ്റ്റ് പെർഫോമൻസ് ഇപ്പോൾ ഈവൻ ഈ കൊളംബിയക്കെതിരെ പോലും സെക്കൻഡ് ഹാഫിലാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം പിന്നീട് സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുകയായിരുന്നു. ഏതായാലും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എതിർ ടീമിലെ താരങ്ങൾ ആ ഒരു ടയേർഡാവുന്ന ഒരു ഘട്ടത്തിൽ രണ്ടാം പകുതിയിൽ അവസാനം 30 മിനിറ്റ് മെസ്സിയെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ കളി കൂടുതൽ ഡിസിസീവായ രൂപത്തിലേക്ക് അദ്ദേഹത്തിന് ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് റൊഡോൾഫോയുടെ നിരീക്ഷണം. സോ അതാണ് പറഞ്ഞത്, അർജൻറ്റീന ലിയോ മെസ്സിയെയും വിട്ട് വളരുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.